എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾ ഒഴിവാക്കുന്നു, ആ വ്യക്തി നിങ്ങൾക്കായി എന്ത് തീരുമാനമാണ് എടുത്ത് ഇരിക്കുന്നത്, നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നുണ്ടോ അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നു? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമോ, നിങ്ങൾക്ക് ഒരുമിച്ചുള്ളതായിരിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ സ്വാധീനം ഉളവാക്കിയിട്ടുണ്ട്. ആ വ്യക്തിയെ നിങ്ങളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനൊരു പരിധിയുമില്ല. ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെപ്പോലും സ്നേഹിക്കുന്നില്ല. അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പേരായി ആ വ്യക്തി മാറുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ കൃത്യമായി ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന, നിങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കാൻ ആ വ്യക്തി ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുകയാണ് ആ വ്യക്തിയെ. പക്ഷെ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങൾ അകന്ന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സാന്നിധ്യങ്ങളിൽ നിന്നും ആ വ്യക്തി സ്വയം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നു. ആ വ്യക്തിയുടെ പെരുമാറ്റം അതനുസരിച്ച് പോകുന്നു. നിങ്ങൾ സ്നേഹം കൊണ്ട് ആ വ്യക്തിയെ വാരി വിതറാൻ ചെല്ലുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് മാറാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് എന്താണ്, ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു മാറാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിക്ക് എന്ത് തരം ചിന്തയാണ് നിങ്ങളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല? ആ വ്യക്തിയുടെ മനസ്സിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സംഗത വന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് മുഴുവൻ ആ വ്യക്തിക്ക് നിലവിൽ തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്താൽ അതിനെ നെഗറ്റീവായിട്ട് ആ വ്യക്തിയിൽ വ്യാഖ്യാനിക്കാൻ ചില ആളുകൾ ഉണ്ട്. അവരുടെ ആ പ്രശ്നം അവരങ്ങനെ ഉന്നയിക്കുന്നത് മൂലം ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുന്നതിന്, നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൽ ഉണ്ടാകുന്നു. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കുറേ ആളുകൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത് തടയാൻ വേണ്ടി കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും കൂടിയിരിക്കുന്നു. അത് ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ വരുന്നവനും പോകുന്നവനും എല്ലാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇത് വല്ലാത്തൊരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങളല്ലാതെ ആരും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആളുകൾക്ക് അവരുടേതായ ചില അജണ്ടകളുണ്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് നാശമുണ്ടാകാൻ ആഗ്രഹിക്കാറില്ല, മറ്റൊരാളുടെ നാശം നിങ്ങൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ മറ്റുള്ളവർ അതിന് ശ്രമിക്കുകയാണ്. മറ്റുള്ളവർ അതിന് പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ വ്യക്തിയെ സ്വാധീനമെന്നല്ല അതിനെ പറയേണ്ടത്, ദുസ്വാധീനത്താൽ നിങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാൻ ചിലരാഗ്രഹിക്കുന്നു. അവരുടെ അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് അവർ കരുതുന്നു. ഇങ്ങനെ കരുതുന്ന ആളുകൾ, അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കരുത്, നിങ്ങൾക്ക് ആ വ്യക്തിക്കും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം തോന്നും. ഞാൻ ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ടും, ഞാൻ ഇവരോടൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടും ഇവരൊക്കെ എന്താണ് എന്നോട് ഇപ്രകാരം കാണിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒന്നാണ്. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നില്ല എത്രത്തോളം. പക്ഷെ ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് ദുഃഖം തോന്നുന്നു. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോളം നിങ്ങൾ സ്നേഹിച്ച വേറൊരാളില്ല. ഈ ഇരുട്ട്, അതായത് മറ്റുള്ളവർ നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണിൽ ഇട്ടിട്ടുള്ള ഈ ഇരുട്ട് മാറുകയാണ്. ഓരോ വാക്കും, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി നൽകിയ ഓരോ വാക്കും പ്രവൃത്തിയും ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്തുന്നു. ഇനി ആർക്കും അത് തടയാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനെ തടഞ്ഞ ആളുകൾക്ക് ഇനി ഒരു പ്രവർത്തനവും നടക്കില്ല. നിങ്ങളെ ആ വ്യക്തിയുടെ മുമ്പിൽ മോശമായി ചിത്രീകരിച്ച് നടന്ന ആളുകളുടെ വാക്കുകൾ ആ വ്യക്തി ഇനി വിശ്വസിക്കില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ കൃത്യമായി അറിയാൻ കഴിയും. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളും സ്നേഹവും ആ വ്യക്തി തിരിച്ചറിയും. കാരണം അതിനെ സഹായിക്കുന്നൊരു സംഭവം ഇനി സംഭവിക്കും. ആരൊക്കെയാണോ കൂടുതലായി നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചത്, അവരും നിങ്ങളുടെ ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കൃത്യമായ ഒരു സംഭവ വികാസം ഉണ്ടാവും. അതിലൂടെ അവരുടെ കള്ളത്തരങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് പൂർണ്ണമായി മനസ്സിലാവും. ആ നിമിഷം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കും കുറ്റബോധത്തോടെ. ഇത്രയും കാലം എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ മാറ്റി നിർത്തി എന്നുള്ള കുറ്റബോധം എപ്പോഴും നിങ്ങളുടെ വ്യക്തിയിലുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ വ്യക്തി അതേക്കുറിച്ച് തിരിച്ചറിയുകയും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്കെത്തും. എത്രയെത്ര പ്രതിസന്ധികളാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ ആളുകൾ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നുള്ളൂ. പക്ഷെ അതെല്ലാം വൃഥാവിലായി. അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ വിനയാകുകയും ആ വ്യക്തി നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയുമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു ജീവിത വിജയം ലഭ്യമാകും. ആ ജീവിത വിജയം നിങ്ങൾക്ക് വലിയ കരുത്ത് പകരുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കൃത്യമായ ഒരു ജീവിത വിജയം നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾ ജീവിതത്തിൽ കരുത്ത് കാട്ടി തുടങ്ങുകയും ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും നിങ്ങൾക്ക്. നിങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ച ആളുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുകയും ചെയ്യും. അതാണ് ഇനി കാണാൻ പോകുന്നത്.